അങ്ങനെ വിജയ് പടം അടുത്തൊരു ബിഗ്ഗസ്റ്റ് ഓപ്പണിംഗ് ഒക്കെ തന്നെ ഇപ്പോൾ നേടിയെടുത്തിരിക്കുകയാണ്. കാരണം ഈ ഒരു ചിത്രത്തിന് ഏകദേശം തമിഴ്നാട്ടിൽ നിന്ന് 90% ഓക്യുപ്പൻസി ഡേ 1 തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പടത്തിന് ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് ഏകദേശം 25 കോടി രൂപയ്ക്ക് മുകളിൽ ഗ്രോസ് കളക്ഷൻ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് 5,70,00,000 രൂപ, ഓവർസീസ് നിന്നാണ് $3.2 മില്യൺ കളക്ട് ചെയ്തിട്ടുള്ളത്. ഇതൊന്നും പോരാഞ്ഞിട്ട് ഹിന്ദി വെർഷന് ഏകദേശം 2,50,00,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. തെലുങ്കിൽ ചിത്രം ഡബ് ചെയ്തായിരുന്നു റിലീസിന് എത്തിയിട്ടുള്ളത്. തെലുങ്കിൽ ഈ വർഷം ഡബ് ചെയ്ത് റിലീസിനെത്തിയ ചിത്രങ്ങളുടെ ലിസ്റ്റിൽ ഹയസ്റ്റ് ഗ്രോസ് ഈ ഒരു ചിത്രം മാറിയിരിക്കുകയാണ്. ഏകദേശം 3,45,00,000 രൂപ. അങ്ങനെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷനായി ഡേ 1 തന്നെ 85 കോടി രൂപയോളം ചിത്രം കളക്ട് ചെയ്തിട്ടുണ്ടെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. ഡേ 2 ആയിട്ട് പോലും തമിഴ്നാട്ടിൽ നിന്ന് ഇപ്പോൾ അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ മാത്രം 10 കോടി രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയൊരു കളക്ഷനൊക്കെ ഈ ഒരു ചിത്രത്തിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടിയത് വലിയൊരു കാര്യം തന്നെയാണ്. കാരണം ഇതൊരു റീമേക്ക് ചിത്രമാണ്. ഒപ്പം തന്നെ ചിത്രത്തിന് ഏകദേശം HD പ്രിന്റ് ലീക്കായി 1.5 കോടി ആൾക്കാരോളം കണ്ടിട്ടുണ്ടായിരുന്നു. ഇതൊന്നും പോരാഞ്ഞിട്ട് ചിത്രത്തിൻ്റെ പ്രോപ്പർ റിലീസ് ഡേറ്റിനും ഭയങ്കര ഹൈപ്പിലും പുറത്തിറങ്ങിയിട്ടുള്ള ഒരു വിജയ് ചിത്രമല്ല. ഈ ഒരു ചിത്രത്തിലൂടെ ഒരു 100 കോടി കിട്ടാതെ പോയതിലൂടെ ഒരു ഹാട്രിക്ക് മിസ്സായിട്ടുണ്ടായിരുന്നു. കാരണം ലിയോ ഗോട്ടിന് ശേഷം ഒരു 100 കോടി ഈ ഒരു ചിത്രം അന്ന് ജനുവരി റിലീസിന് എത്തിയിരുന്നെങ്കിൽ അടിച്ചേനെ. വിജയുടെ ലാസ്റ്റ് ഡാൻസ് എന്ന ആ ഒരു ലെവൽ ഉള്ളതുകൊണ്ടൊക്കെ തന്നെയാണ് ചിത്രത്തിന് ഈ ലെവൽ കളക്ഷനായാലും കിട്ടിയിട്ടുള്ളത്. എന്തായാലും വിജയുടെ കരിയറിൽ തന്നെ അടുത്തൊരു ബിഗ്ഗസ്റ്റ് ഓപ്പണിംഗ് ഈ ഒരു പടത്തിന് ഇപ്പോൾ നേടിയെടുക്കാൻ സാധിച്ചിരിക്കുകയാണ്.